നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ളത് ഇന്ത്യ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരിച്ചതിന് പിന്നാലെ ആക്രമണം നടത്തിയെന്നുള്ളത് തുറന്നു സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും. റാവൽപിണ്ടിയിലാണ് നൂർഖാൻ വ്യോമത്താവളമുള്ളത്. പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ 9-ാം തീയതി പുലർച്ചെ 2:30 തന്നെ ഫോൺ ചെയ്താണ് നേരിട്ട് ഇക്കാര്യം അറിയിച്ചതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുറന്നു പറയേണ്ടി വന്നു. തൊട്ടുപിറകെ ഏവരും ഒരേ സ്വരത്തോടെ അവിടെ പതിച്ച പാകിസ്ഥാനിൽ അർദ്ധരാത്രി സൂര്യനുദിപ്പിച്ച ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രത്തിന്റെ കഥയാണ്, ചരിത്രമാണ് ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിലെ മിന്നും താരമായി മാറി വളരെ സൂക്ഷ്മവും മാരകവുമായ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളിൽ പ്രയോഗിക്കാൻ ആവശ്യമായി ഉതകുന്ന അനാവശ്യ നാശം ഒഴിവാക്കി കൃത്യമായി തന്നെ മേഖലയെ, ലക്ഷ്യത്തെ കൈവരിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് ഏറെ വ്യത്യസ്തനായി മാറുകയാണ്. ഭാരത സൈന്യം ശക്തമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ബ്രഹ്മോസിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യയുടെ ശത്രു. പാകിസ്ഥാനെ ഇന്ന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം പോലെ ഭാവിയിൽ ചൈനയെയും നേരിടേണ്ടി വരുമെന്നുള്ള വ്യക്തമായ ഒരു സൂചനയാണ് ലഭ്യമാകുന്നത്. പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണത്തിലും പ്രതിരോധത്തിലുമൊക്കെ ഭാരതം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ജോൺ സ്പെൻസറും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പോരായ്മ തന്നെയാണ് അതിലൂടെ എടുത്തുകാട്ടുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രതിരോധ മേഖലയിലെ മേധാവിത്വം ഇന്ത്യ തുറന്നു കാണിക്കുകയും ചെയ്തു. ഭാരത പ്രതിരോധ സംവിധാനങ്ങൾ ഏറെ മികച്ചതാണ്. അതിലുപരി ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന്റെ ശേഷി, അതിന്റെ തോത്, അതും എത്രത്തോളമാണെന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഡ്രോണുകളും അതിവേഗ മിസൈലുകളും തകർക്കാനുമൊക്കെ നിഷ്പ്രയാസം ഭാരതത്തിന് ഇന്ന് സാധിക്കും. ഒരേപോലെ കരയിൽ നിന്നും കടലിൽ നിന്നും വെള്ളത്തിൽ നിന്നും തൊടുക്കാവുന്ന സൂപ്പർസോണിക് ക്ലാസ് ഇനത്തിലുള്ള മിസൈലുകൾ തന്നെയാണ് ഇതിനെ സമാനതകൾ ഇല്ലാതാക്കി മാറ്റുന്നത്. ശബ്ദത്തിന്റെ 2.5 മുതൽ 3.5 ഇരട്ടി വേഗത്തിൽ പായുന്നതിനാൽ ലക്ഷ്യത്തെ ഭസ്മമാക്കുന്നത് അതിമാരകമായി തന്നെ ആയിരിക്കും. കൈനറ്റിക് എനർജി സിദ്ധാന്തത്തിലൂടെ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഊർജം കൈവരിക്കാനായി ഇതിന് സാധിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിന്റെ 7 അയലത്ത് പോലും കിടപിടിക്കാനായി സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ ഒരു വഴിത്തിരിവായി അങ്ങനെ അത് മാറുന്നു. അത് പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് ചൈനയ്ക്കുള്ളത്. പക്ഷേ ഇന്ത്യയുടെ മറുതലയ്ക്കൽ ബ്രഹ്മോസ് ഒക്കെ തന്നെ ഇവയെ പ്രതിരോധിച്ച് തന്നെയാണ്, ഇവയുടെ കണ്ണു വെട്ടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സൈനിക സന്ദേശം എന്താണെന്നുള്ളത് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. ഇനിയുള്ള കാലത്ത് ഈ ഓപ്പറേഷനെ കുറിച്ച് ഏവരും ഏറ്റെടുത്ത് പാടും. ഭീകരതയ്ക്കെതിരെ പോരാടുന്ന മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ മാതൃകയായി മാറും. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റ് തെളിവുകളുമൊക്കെ സേന പുറത്തുവിട്ടതും അതിനുതകും. ലോകരാഷ്ട്രങ്ങൾക്ക് ഇത് പരിശോധിക്കാനായി കഴിയും. ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഭീകരതയ്ക്കെതിരെ നടപടി കൈക്കൊള്ളാൻ വേണ്ടി ലോകം പാകിസ്ഥാനോട് ആവശ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. രണ്ടു പക്ഷത്തും നിൽക്കുന്ന പാകിസ്ഥാന്റെ സമീപനം അതിന് തന്നെയാണ് അറുതി വരുത്തേണ്ടത്. ഇക്കൂട്ടത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള മുൻകാല സംഘർഷ സാധ്യതകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഘർഷ സാഹചര്യവും ഓപ്പറേഷൻ സിന്ധൂറും മാറുന്നുവെന്നാണ് കേണൽ എസ് ദിന്നി ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത്. ഏഷ്യൻ ന്യൂസിന് കൊടുത്ത ഒരു പ്രത്യേക അഭിമുഖത്തിലൂടെയാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയം, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്ന സംഭവത്തെക്കുറിച്ച് വ്യക്തമായി വിവരിച്ചത്. ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറും അതിൻ്റെ ചുവട് പിടിച്ചുള്ള സംഭവങ്ങൾക്കുമൊക്കെ വ്യക്തമായ വിവരണമായിരുന്നു കേണൽ ദിന്നി തുടക്കം മുതൽ ഒടുക്കം വരെ നൽകുന്നത്. അദ്ദേഹമാണ് ചൈനയെയും പാകിസ്ഥാനെയും ഇനി നാം ഒന്നിച്ച് നേരിടേണ്ട സാഹചര്യം എന്നത് ഒരു സാങ്കല്പിക ചോദ്യമല്ലാതായി മാറിയെന്ന് വ്യക്തമാക്കുന്നത്. കാലാകാലങ്ങളായി ഇന്ത്യൻ സൈന്യം ഇത് മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ തന്ത്രങ്ങളും പ്ലാനുകളുമൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യൻ ന്യൂസിൻ്റെ വാർ ആൻഡ് പീസ് എന്ന പ്രത്യേക അഭിമുഖ പരിപാടിയിലൂടെ ആയിരുന്നു ഇന്ത്യൻ ആർമിയുടെ രജ്പുത് റെജിമെന്റിൽ നിന്നും വിരമിച്ച കേണൽ ദിന്നി വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. ചൈനയെയും പാകിസ്ഥാനെയും നേരിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നിരിക്കുന്നു. കരുത്തിലും യുദ്ധതന്ത്രങ്ങളിലും നമ്മളേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള മുൻകാല സംഘർഷ സാധ്യതകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു സാധ്യത തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ. ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് 100 നാവാണെന്ന് ലോകം ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ ഏകോപനത്തിലും കരുത്തിലും ആയുധത്തിലും ഒക്കെ എത്രത്തോളം നേട്ടം കൈവരിച്ചു എന്നുള്ളത്
നമുക്ക് കാണാനായി സാധിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധാനന്തരം നിലവിൽ വന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന സിസ്റ്റം 3 സേനാ വിഭാഗങ്ങളെയും ശാസ്ത്രീയമായി ഏകോപിപ്പിക്കാനായി സഹായിക്കുന്നു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ, വിദേശത്തു നിന്നും വാങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ, പ്രതിരോധ സിസ്റ്റങ്ങൾ എന്നിവയൊക്കെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സവിശേഷമാക്കി മാറ്റുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒന്ന് തന്നെയാണ് റഷ്യയിൽ നിന്നും വാങ്ങിയ S-400ഉം അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലും. 1995 ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ തിരുവനന്തപുരത്ത് പിറവിയെടുക്കുന്നതെന്നുള്ള അഭിമാനകരമായ ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യ തുടങ്ങിവെച്ചതാണ്. ദീർഘശ്വാസം വിടാൻ പോലും എതിരാളികൾക്ക് സമയം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ഈ ബ്രഹ്മാസ്ത്രം ലക്ഷ്യമേതാണോ അതിനെ ഭേദിച്ച് ഭസ്മമാക്കി മാറ്റും. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ മഷ്നോസ്ട്രീം പങ്കാളിയായ ബ്രഹ്മോസ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെൽടെക്കിനെ പരിണമിപ്പിച്ചാണ് ISROയുടെ മികവിൽ പടുത്തുയർത്തിയത്. ഇന്ത്യയുടെ മിസൈൽമാനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പ്രമുഖ ഭൗതിക ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശിവദാണി പിള്ളയുടെയും ഒരു സ്വപ്നം തന്നെയാണ് ഇതിലൂടെ സായുജ്യമായിരിക്കുന്നത്. 1995 ഡിസംബർ 5 ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഇങ്ങനെ ഒരു കമ്പനി സ്ഥാപിച്ചത്. നമ്മുടെ ബ്രഹ്മപുത്ര നദിയും മോസ്കോ നദിയും ചേർന്നപ്പോൾ വന്ന പേരാണ് ബ്രഹ്മോസ് എന്നുള്ളത്. 98 ഇന്ത്യക്കായി APJ അബ്ദുൽ കലാം ഇതിൽ ഒപ്പിട്ടു കരാറിനായി. പിന്നീട് ഇന്ത്യയുടെ റോക്കറ്റിംഗ് ചരിത്രത്തിലെ കുറേയധികം കിതപ്പുകൾക്ക് ശേഷം ഇത് വികസിപ്പിച്ചെടുത്തു. 2005 നാവികസേന, 2007 കരസേന, ഒടുവിൽ സുഖോയിയുടെ ചിറകിലേറി 2019 ഇന്ത്യൻ എയർഫോഴ്സും ഈ സൂപ്പർസോണിക് മിസൈലിനെ സ്വീകരിച്ചു. 10 മീറ്ററിലും 5 മീറ്ററിലും വരെ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാനായി ഇതിന് സാധിക്കും. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. 200-നും 300-നും ഇടയിൽ കിലോഗ്രാം സ്ഫോടക വസ്തു അത് കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാക്കുന്ന നാശം, അത് വൻ നാശനഷ്ടം തന്നെയാണ്. അതാണ് പാകിസ്ഥാനിലും ഉണ്ടായിരിക്കുന്നത്. ഇതിന് പുറകെ തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥിരീകരണം നൽകിയിരിക്കുന്നതും. ഇതാദ്യമായി തന്നെ പുലർച്ചെ സൈനിക മേധാവി തന്നെ വിളിച്ച് നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് അറിയിച്ചുവെന്നും വ്യോമതാവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടതായി പാക് അധികൃതർ മെയ് 10 വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതിനെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി എന്നുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന് മുന്നും പിന്നും വ്യോമതാവളങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ത്യ സൂക്ഷിച്ചു വെച്ചത് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് ഇരു രാഷ്ട്രങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. 3 യുദ്ധങ്ങൾ നടത്തിയിട്ടും ഇരു രാജ്യങ്ങൾക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും വൈകിയുള്ള തിരിച്ചറിവ് ഷഹബാസ് ഷെരീഫിന് ഇപ്പോഴാണ് ലഭ്യമായത്. കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എങ്ങനെ കഴിയുമെന്നുമാണ് പാക് പ്രധാനമന്ത്രിയുടെ രോദന. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കേണ്ടി വന്നത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പിന്നീട് വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും അവസാന ഭീകരരെ വരെ തുലച്ചു നീക്കുമെന്നുമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിരോധ മന്ത്രിയുടെ സ്ഥിരീകരണവും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിറകെ നദിയിലെ കനാലുകൾ നവീകരിക്കാനുള്ള നടപടി ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അതും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാൻ ഇതിനെയും ശക്തമായി തന്നെ എതിർക്കുകയാണ്. ഏതു വിധേനയും പാകിസ്ഥാനെ വിഷമിപ്പിക്കാതെ പാകിസ്ഥാന് വെള്ളം നൽകണമെന്നുള്ള അതിയായ അഭ്യർത്ഥന തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.